ഇഞ്ചിക്കറി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷാണ്. സദ്യ കഴിക്കുമ്പോൾ ആയാലും വീട്ടിലായാലും എങ്ങനെയായാലും ഇഞ്ചിക്കറി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഇഞ്ചിയാണ്. അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഒരു 10 ചുള ചുവന്നുള്ളി എടുക്കണം. പിന്നെ വറ്റൽമുളക് ഒരു 3 എണ്ണം, കുറച്ച് വേപ്പില, ഇതൊരു 7 തണ്ട് വേപ്പിലയുണ്ട്. പിന്നെ ഒരു 10 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഏത് മുളക് വേണമെങ്കിലും നല്ലതാണ്, പക്ഷേ കാന്താരി കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പോൾ വെള്ളക്കാന്താരിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. 10 എണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വാളംപുളി, അതൊരു 100 ഗ്രാം വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ കറിക്ക് ആവശ്യത്തിന് വറക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കടുക്, ഒരു 1/2 സ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് വറുത്തെടുക്കണം. ഇഞ്ചി നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇവിടെ വറുത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ആ ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും നമുക്ക് ഇതുപോലെ തന്നെ നല്ല കറുകറുമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ഇതാ ഉള്ളിയും പച്ചമുളകും ഇവിടെ നന്നായിട്ട് വറുത്ത് കറുമുറു പോലെ ആയിട്ടുണ്ട്. നമുക്കിത് കോരി എടുക്കാം. അതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മുളകും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ വറുത്തത് നമ്മൾ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചല്ല എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നമ്മളെ ഈ മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായെങ്കിൽ അത് കറി കുറച്ച് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഓവറാക്കി പൊടി പോലെ ആക്കരുത്, ഇത് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മാത്രം മതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമുള്ളതാണ് വാളംപുളി, പിഴിഞ്ഞെടുത്ത വെള്ളം. അപ്പോൾ നമുക്ക് വാളംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതൊക്കെ വറുത്ത പാനിൽ തന്നെ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. ആദ്യം തന്നെ ഒരു സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3 തണ്ട് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്ത് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചൂടോടുകൂടി അതിലേക്ക് ഇട്ടാലേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പൊടികൾ. അതുകൊണ്ടാണ് ആ തീ ഓഫ് ചെയ്തത്. നമുക്കിനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി 1/2 സ്പൂൺ ഉലുവപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഒരു സിമ്മിലിട്ട് നമുക്കൊന്ന് കത്തിക്കാം. പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളെടുത്ത പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച പുളിവെള്ളം ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ശ്രദ്ധിക്കുക, പച്ചവെള്ളം ചേർക്കരുത്. തിളപ്പിച്ചാറി ചെറിയൊരു ചൂടോടുകൂടിയ വെള്ളം ആയാലും കുഴപ്പമില്ല, പച്ചവെള്ളമായിട്ട് ചേർക്കരുത്. എപ്പോഴും ഇത് ചേർക്കുമ്പോൾ എപ്പോഴും ചെറിയ ചൂടോടുകൂടി ചേർക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഞാനെടുത്ത ശർക്കര മൊത്തം ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മധുരം നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ശർക്കര ഉരുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തിള വന്ന് തുടങ്ങി. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി മധുരം വേണമെന്ന് തോന്നി. ഞാനപ്പോൾ ആ ശർക്കര ബാക്കി ഉണ്ടായിരുന്ന ശർക്കരയും കൂടി ഞാൻ ഇതിൽ ചേർത്തു കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് ഈ ഒരു പരുവത്തിലേക്ക്, ഈ ഒരു തിക്നെസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും മുളകൊക്കെ പൊടിച്ചില്ലേ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് തിക്കാവും ഇതിൻ്റെ ഗ്രേവി. അറിയാമല്ലോ, ഇഞ്ചിക്കറിയുടെ ആ ഒരു തിക്നെസ്സിലേക്ക് എത്തണം. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തിളച്ച് ഒന്ന് കുറുകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാൻ വെക്കാം. കാരണം ആ ഇഞ്ചി ഇട്ട് അത് ശരിക്കൊന്ന് പിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് നേരം എടുക്കും. ആ ചൂടാറി കഴിയുമ്പോഴാണ് ശരിക്കും ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇഞ്ചിക്കറി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു, ചൂടാറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഉണ്ടോ, നല്ല തിക്കായി. നേരത്തെ കണ്ട പോലെയല്ല, നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രസമായിട്ടുണ്ട്. നല്ല രസം എന്ന് പറഞ്ഞാൽ ശകലം മതി, ഒരു സ്പൂണൊക്കെ മതി. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും. നമുക്കിത് കുപ്പിയിലേക്ക് പകർത്തിയിട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. കാരണം നിങ്ങൾ പല രീതിയിലായിരിക്കും പല സ്ഥലങ്ങളിലും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്പെഷ്യലാണ്. അപ്പോൾ ഇത് എനിക്കെന്നും ഫേവറേറ്റാണ്. കാരണം അമ്മ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇത് ഓണത്തൊക്കെ അടുത്ത് വരുമ്പോൾ ഞങ്ങളൊരു ഇഞ്ചിക്കറി ചെയ്തതാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് രേഖപ്പെടുത്താം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോസിൽ പിന്നെ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.